63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ പ്രധാന വേദി ഒരുങ്ങുന്നത് 7000 ചതുരശ്ര അടിയിലാണ്. കലോത്സവത്തിന്റെ വരവറിയിച്ച് സ്വർണ്ണക്കപ്പിന്റെ പ്രയാണം കാസർഗോഡ് നിന്ന് ആരംഭിക്കും. ഒരുക്കങ്ങൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിലയിരുത്തി. അനന്തപുരിയെ കലാകേരളമാക്കുന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് തിരിതെളിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവസാനഘട്ട ഒരുക്കങ്ങൾ തകൃതിയായി പുരോഗമിക്കുകയാണ്. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 7000 സ്ക്വയർ ഫീറ്റിൽ ജർമ്മൻ സാങ്കേതികവിദ്യയിലാണ് വേദിയൊരുങ്ങുന്നത്. 10000 കസേരകൾ ഒരേ സമയം നിരത്തിയിടാൻ കഴിയുന്ന രീതിയിലാണ് സ്റ്റേജിന്റെ നിർമ്മാണ രീതി. ക്രമീകരണങ്ങളുടെ ഭാഗമായി KSRTC ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും പ്രത്യേക കൗണ്ടറുകളും ആരംഭിക്കും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തി. 70000 സ്ക്വയർ ഫീറ്റുള്ള പന്തലാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. 10000 കസേര ഇടും. ഇതുകൂടാതെ ഒരു 5000 പേർക്ക് നിന്ന് ഒരേ സമയം കലാപരിപാടിയിൽ കാണാം. ഇതുകൂടാതെ 100 സ്റ്റാളുകൾ വേറെയും ഏർപ്പാട് ചെയ്യുന്നുണ്ട് ഈ മൈതാനത്ത് തന്നെ. ഇതുകൂടാതെ 35ഓളം വരുന്ന വാഷ്റൂംസ് ശരിയാക്കിയിട്ടുണ്ട്. ട്രാഫിക് പാർക്കിങ്ങിന് വേണ്ടി പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. മൈതാനത്തിനകത്ത് വാഹനങ്ങൾ കയറുന്നത് പാസിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമായിട്ടുണ്ടായിരിക്കും കയറ്റിവിടുന്നത്. 2025 ജനുവരി മാസം 1-ാം തീയതി 4 മണിക്ക് പ്രധാന വേദിയുടെ പണി പൂർത്തീകരിച്ച് സംഘാടക സമിതിയെ ഏൽപ്പിക്കുമെന്നാണ് ഇതിന്റെ കരാറുകാരൻ പറഞ്ഞിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾക്കായുള്ള താമസ സൗകര്യം ഉറപ്പുവരുത്തിയതായി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഒപ്പം വേദികൾക്ക് സമീപത്തുള്ള പൊതു ഇടങ്ങളും തുറസായ സ്ഥലങ്ങളും പാർക്കിങ്ങിനായി നഗരസഭ കണ്ടെത്തും. ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അധികൃതരുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യും. കലോത്സവത്തിന്റെ വരവറിച്ചുകൊണ്ടുള്ള സ്വർണ്ണക്കപ്പ് ഇന്ന് കാസർഗോഡ് നിന്നും പുറപ്പെടും. ബുധനാഴ്ച തിരുവനന്തപുരത്തെത്തുന്ന കപ്പിന് ജില്ലാ അതിർത്തിയിലും നഗരാതിർത്തിയിലും സ്വീകരണങ്ങൾ ഒരുക്കും. ജനം, തിരുവനന്തപുരം.